പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിൽ നാളെ വോട്ടെണ്ണൽ. ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതലാണ് പാലക്കാട് എന്ന് ശിവദാസ് കൺമനം. ഒപ്പം മൊത്തത്തിലൊരു വിവരം നൽകാനായിട്ട് പ്രജിത് മോഹനും ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്ക് പോയിട്ട് ശിവദാസിലേക്ക് എത്താൻ തോന്നുന്നുണ്ട്. പ്രജിത്ത്, ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു. പ്രചാരണം പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ. അപ്പോഴൊക്കെയും NDA അവരുടെ നിലപാടുകളുമായിട്ട് വികസന പ്രചാരണങ്ങളുമായിട്ടാണ് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും NDA സ്ഥാനാർത്ഥികൾ. മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. വളരെ സജീവമായൊരു ഉപതെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് കടന്നുപോയതെന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വളരെ കോർഡിനേറ്റഡായി 3 മുന്നണികളും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു സമയം. വിജയസാധ്യതകൾ ചിലർക്ക് കൽപ്പിക്കപ്പെടുന്നെങ്കിലും ശരി, വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണെന്നുള്ള പ്രതീതികൾ തന്നെ ഉയർന്നു. സാധ്യതകൾ തീരെയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു പ്രചാരണ സമയത്ത് പലവട്ടം പല മുന്നണികളും മുന്നിലെത്തുകയും പിന്നിൽ പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് പാലക്കാടും ഒന്ന് വയനാടുമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ഒരു ശക്തമായ ത്രികോണ പോരും നടന്ന മണ്ഡലം എന്ന രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് കേരളത്തിൽ നിലവിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. BJP ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രവചിക്കപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത് അറിയാം. അതോടൊപ്പം തന്നെയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുമ്പോഴും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ച BJP മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടു. ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്ന ഒരു ഈസി വാക്ക് ഓവർ അല്ല വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ പോകുന്നത് പോലും നമ്മൾ കണ്ടു. പക്ഷേ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. ചേലക്കരയിലേക്ക് വരുമ്പോഴും ഒരു അട്ടിമറി സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായി ഇപ്പോൾ ചേലക്കര മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി CPM ജയിച്ചു കയറുന്ന മണ്ഡലമാണെങ്കിലും മണ്ഡലത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ ഒരു ശക്തമായ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലമായി ചേലക്കര മാറിയിരിക്കുന്നു. BJPയുടെ സാന്നിധ്യം 2 മുന്നണികളുടെയും ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ് ചേലക്കരയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിലത്തെ സാഹചര്യം നമുക്ക് കണക്കുകൾ വെച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2011 ഉണ്ടായിരുന്നൊരു ഏകപക്ഷീയമായ നില ഇപ്പോൾ ചേലക്കരയിലൊന്നും ഇല്ല എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. 2011 BJPയുടെ വോട്ട് നിലയിൽ നിന്നുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി അവിടെ ചേലക്കരയിൽ പ്രവചിക്കപ്പെടുന്നത്. 2011 7000-ഓളം വോട്ടുകൾക്ക് മാത്രമുണ്ടായിരുന്ന മണ്ഡലത്തിൽ 2016 അത് 23,000-ലേക്കും 2021 24,000-ലേക്കും വളർന്നു കയറിയിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകൾ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയായ വിഷയം എന്ന രീതിയിൽ, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലം എന്ന നിലയിൽ ഈ വോട്ട് ശതമാനത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് BJP ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ കൃത്യമായ മുന്നേറ്റം, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായതിന് സമാനമായ ഒരു മുന്നേറ്റം ചേലക്കരയിൽ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം ഒന്ന്, സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലുള്ള ആഴത്തിലുള്ള പരിചയം, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനവും BJPക്ക് ഇപ്പോൾ ചേലക്കരയിലുണ്ട്. ഇതിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJPയും NDA ക്യാമ്പുകളും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, എന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 മുന്നണികളും ഉള്ളത്. നമ്മളിനി പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടുന്ന് ശിവദാസ് കൺമനം ചേരുന്നുണ്ട്. ശിവദാസ്, ആവേശം കൊട്ടിക്കയറിയ പ്രചാരണം തന്നെ ആയിരുന്നു ഈ 35 ദിവസവും നമ്മൾ കണ്ടത്. നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. പാലക്കാട് BJP വരും, മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇന്നലെ രാവിലെ C. കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി ജനൻ TVക്കൊപ്പം ചേർന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ഇങ്ങനെ തന്നെയാണ്: ഒരു മാറ്റവും ഉണ്ടാകില്ല, NDA തന്നെ വരും പാലക്കാട്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം അത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. കഴിഞ്ഞ ഒരു മാസത്തോളം ശിവദാസും പാലക്കാട് ഉണ്ടായിരുന്നു. എങ്ങനെയാകും നാളെ പെട്ടി തുറക്കുമ്പോൾ എന്താകും അവസ്ഥ? NDAയുടെ മുന്നേറ്റം തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒടുവിൽ ഇനി ഒരു
ഒരൊറ്റ ദിവസം മാത്രമാണ് വിധി അറിയാൻ ഉള്ളത്. അതായത് ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആ ഒരു ദിവസത്തെ കാത്തിരിപ്പ് ആണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 20-ാം തീയതി പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതി. ഇനിയുള്ള ഈ ഒരു 3 ദിവസത്തെ കാത്തിരിപ്പിൽ കൂട്ടിക്കിഴിക്കലും എല്ലാം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയും മിഞ്ഞാന്നും എല്ലാം തന്നെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും നേതാക്കളും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു കൂട്ടിക്കിഴിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ബൂത്തുകളിലും ഓരോ പഞ്ചായത്തുകളിലും നഗരസഭയിലും അടക്കം എത്രത്തോളം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, എത്ര ശതമാനത്തോളം വോട്ടുകൾ ഉണ്ട്, കഴിഞ്ഞ തവണ എത്രത്തോളം വോട്ടുകളായിരുന്നു ലഭിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം പെടുത്തിയെല്ലാമുള്ള ഒരു കൂട്ടിക്കിഴിക്കലിൽ തന്നെയായിരുന്നു ഇന്നലെയും മിഞ്ഞാന്നും ഇന്നും എല്ലാം തന്നെ അത്തരത്തിലുള്ള കൂട്ടിക്കിഴിക്കലുമായി ആണ് സ്ഥാനാർത്ഥികളും വോട്ടർമാരും എല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ഈ ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത്. നമുക്കറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് 3 പഞ്ചായത്തുകളും നഗരസഭയും ഉൾപ്പെടുന്നതാണ്. കണ്ണൂർ, മാത്തൂർ, പിരായിരി പഞ്ചായത്തും പാലക്കാട് നഗരസഭയും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ കടുത്ത പോരാട്ടം തന്നെയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 3859 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ വിജയിച്ചത്. 2021 വിജയിച്ചത്. പിന്നീട് അദ്ദേഹം വടകരയിലേക്ക് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനായി പോവുകയും അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി പാലക്കാട് നിയമസഭാ മണ്ഡലം സാക്ഷിയായത്. അതിൽ ഒരു വലിയ എതിർപ്പ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഉണ്ട്. കാരണം ഈ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ജനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള വിമർശനം ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത്. നിരവധി വിവാദ വിഷയങ്ങൾ ഉയർന്ന ഒരു പ്രചാരണം കൂടിയായിരുന്നു ഈ 1.5 മാസക്കാലം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടത് വലത് മുന്നണികളിൽ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ആദ്യം UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ UDFിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു. AK ഷാനിബ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എതിർപ്പുമായി രംഗത്ത് വന്നു, പാർട്ടി വിട്ടു. ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ കൂടിയായിരുന്ന ഡോക്ടർ P സരിൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചു. എന്തായാലും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്ന. ജനവിധി എന്താണ് എന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ. സമഗ്ര കവറേജുമായി ജനം TV സംഘവുമുണ്ട്.